വിദ്യാർത്ഥികളെ, MA മലയാളത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ആദ്യത്തെ ബ്ലോക്ക് നമ്മൾ തീർത്തു അല്ലെ. പിന്നെ നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കിനകത്തേക്ക് പ്രവേശിക്കണം. നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്ക് അലങ്കാരവും വൃത്തവും എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിന്റെ പേര്. അലങ്കാരവും വൃത്തവും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഒന്ന് അലങ്കാരങ്ങളെ കുറിച്ചും മറ്റേത് വൃത്തങ്ങളെ കുറിച്ചും. ഇപ്പം അലങ്കാരങ്ങൾ നമ്മൾ ക്ലാസ്സുകൾ മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അലങ്കാരങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. വൃത്തം നമുക്കറിയാം എന്താണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ കാക്കളി കോടക്കാർമുകിൽ മുതലായ വൃത്തങ്ങളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കേട്ട് വരുന്നുണ്ട് അല്ലെ. പ്രധാനമായിട്ടും മഞ്ചേരി വൃത്തത്തിലാണ് കൃഷ്ണകാന്ത് രചിക്കപ്പെട്ടിട്ടുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ പറയാം. അപ്പൊ എന്തൊക്കെയായാലും നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിനകത്തേക്ക് പോകാം. അലങ്കാരവും വൃത്തവും നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്ക്. ഇവിടെ നമുക്ക് 3 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. മുൻപത്തെ ബ്ലോക്കിൽ തൊട്ട് മുമ്പത്തെ ബ്ലോക്കിൽ നമ്മൾ 4 യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് 3 യൂണിറ്റുകളാണ് നോക്കാനായിട്ടുള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെ യൂണിറ്റ് ആദ്യകാല അലങ്കാരികന്മാർ. അലങ്കാരികന്മാർ എന്നാണ്. അപ്പൊ ഇവിടെ ഞാൻ എഴുതി വെച്ചതിനകത്ത് ചെറിയ വെച്ചുണ്ടല്ലേ. അത് എഴുതി വന്നപ്പോൾ ചെറിയ അക്ഷരത്തിൽ സംഭവിച്ചാണ്, എല്ലാവരും ക്ഷമിക്കുക. ആദ്യകാല ആലങ്കാരികന്മാർ എന്നാണ്. അലങ്കാര പദ്ധതികൾ, അതാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റ്. രണ്ടാമത്തത് അലങ്കാര വിഭജനം, അലങ്കാര പഠനം. മൂന്നാമത്തത് വൃത്തവും കവിതയും. അപ്പൊ അവിടെയാണ് നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലാണ് നമ്മൾ വൃത്തത്തെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നോക്കുക. എന്തെങ്കിലും നമുക്ക് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിനകത്തേക്ക് പോകാം. ആദ്യകാല ആലങ്കാരികന്മാർ, അലങ്കാര പദ്ധതികൾ. ഇവിടെ കറക്റ്റാണല്ലോ അല്ലെ. ആദ്യകാല ആലങ്കാരികന്മാർ, അലങ്കാര പദ്ധതികൾ. നമ്മുടെ ആദ്യത്തെ യൂണിറ്റിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പൊ നോക്കൂ, നമ്മൾ അലങ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞില്ലേ. അലങ്കാര പദ്ധതിയുടെ ഉദയം, ആരംഭം, അതിനെ കുറിച്ചാണ് നമുക്ക് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ എന്താണ് അലങ്കാരം, അതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. എന്താണ് അലങ്കാരം? നമുക്ക് നോക്കാം. കാവ്യ ശരീരത്തിന് ശോഭദായകമായ ധർമ്മങ്ങളാണ് അലങ്കാരങ്ങൾ. അങ്ങനെയാണ് പറയുന്നത്. കാവ്യ ശരീരത്തിന് ശോഭദായകമായ ധർമ്മങ്ങളാണ് അലങ്കാരങ്ങൾ എന്ന് വെച്ചാൽ, അതായത് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, നമ്മൾ ആഭരണങ്ങളൊക്കെ ധരിച്ച്, നമ്മൾ പറയുന്നതല്ല, ഒരു പ്രാചീന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സാഹിത്യകാരൻ എന്ന അഭിപ്രായമാണ്, അങ്കനമാരുടെ ശരീരത്തെ നമ്മൾ എങ്ങനെയാണ്, മനുഷ്യാങ്കനമാരുടെ ശരീരത്തെ നമ്മൾ എങ്ങനെയാണോ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് മനോഹരമാക്കി തീർക്കുന്നത്, അതുപോലെ തന്നെ കാവ്യ ശരീരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അലങ്കാരങ്ങൾ അണിഞ്ഞുകൊണ്ട് നമുക്ക് മനോഹരമാക്കി തീർക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനുഷ്യ ശരീരത്തെ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് മനോഹരമാക്കുന്നത് പോലെ കാവ്യ ശരീരത്തെ നമുക്ക് എന്ത് ചെയ്യാം? അലങ്കാരങ്ങൾ അണിയിച്ചുകൊണ്ട് നമുക്ക് മനോഹരമാക്കി തീർക്കാം എന്നുള്ളൊരു നിരീക്ഷണം അവിടെ പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ അത് വിദ്യാർത്ഥികൾ ഓർക്കുക. കാവ്യശരീരമായ ശബ്ദാർത്ഥങ്ങൾക്ക് ആഹാര്യ ശോഭ ജനിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അലങ്കാരങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? കാവ്യശരീരമായ ശബ്ദാർത്ഥങ്ങൾക്ക് ആഹാര്യ ശോഭ ജനിപ്പിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അലങ്കാരങ്ങൾ എന്ന് വിളിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ കാവ്യശരീരത്തിന് ശോഭദായകമായ ധർമ്മങ്ങളാണ് എന്ത്? അലങ്കാരങ്ങൾ. അലങ്കാരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഉപമയാണ്. ഉപമ. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ അലങ്കാരങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് കേട്ട് വരുന്ന ചില പേരുകളാണ്. ഉപമ, ഉൾപ്രേക്ഷ, രൂപകം മുതലായവ അല്ലേ. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അലങ്കാരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന അലങ്കാരം ഏതാണ്? ഉപമയാണ്. യസ്കർ അദ്ദേഹത്തിന്റെ നിരുക്തത്തിലാണ് ഉപമയെ കുറിച്ച് ആദ്യമായിട്ട് പരാമർശിക്കുന്നത്. അപ്പൊ ഉപമയെ കുറിച്ച് പറയുകയാണെങ്കിൽ യസ്കൻ അദ്ദേഹത്തിന്റെ നിരുക്തം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഉപമയെ കുറിച്ച് പരാമർശിക്കുന്നത്. അപ്പൊ ഉപമയെ കുറിച്ച് അപ്പയ്യ ദീക്ഷിതർ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയുന്നത് അദ്ദേഹം പറയുന്നു, ഉപമ എന്ന നർത്തകി പല വേഷങ്ങൾ അണിഞ്ഞ് കാവ്യരംഗത്ത് നൃത്തം ചെയ്യുന്നു. ഉപമ എന്ന നർത്തകി പല വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് കാവ്യ ലോകത്ത് നൃത്തം ചെയ്യുന്നു, അല്ലെ കാവ്യരംഗത്ത് നൃത്തം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപമയാണ് മറ്റെല്ലാ അലങ്കാരങ്ങൾക്കും നിദാനം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. എല്ലാ അലങ്കാരങ്ങളും മറ്റെല്ലാ അലങ്കാരങ്ങളും എന്തിൽ നിന്നുണ്ടായി? ഉപമയിൽ നിന്ന് ഉണ്ടായി വന്നതാണ് എന്നുള്ളൊരു നിരീക്ഷണം അവിടെയുണ്ട്. നമ്മൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഭരതമുനിയെ കുറിച്ച് പറഞ്ഞു, ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം ഭരതമുനി അദ്ദേഹത്തിന്റെ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞത് 4 ഉപമകളെ കുറിച്ചാണ്. ഏതൊക്കെയാണോ? ഉപമ, രൂപകം, ദീപകം, യമകം. ഉപമ,
രൂപകം, ദീപകം, യമകം എന്നിങ്ങനെ 4 അലങ്കാരങ്ങളെ കുറിച്ചാണ് ഭരതമുനി അദ്ദേഹത്തിന്റെ നാട്യശാസ്ത്രത്തിനകത്ത് പരാമർശിക്കുന്നത്. അപ്പൊ യസ്കന് ശേഷം പിന്നീട് അലങ്കാരങ്ങളെ കുറിച്ച് പറയുന്നത് ഭരതമുനിയാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. പക്ഷേ പിന്നീട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത്, ഒരുപാട് കാലങ്ങൾ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോ കാണുന്നത് സംസ്കൃത സാഹിത്യത്തിൽ അനേക ശതം അലങ്കാരങ്ങളുണ്ട്. 4 അല്ല, ഒരുപാട് അലങ്കാരങ്ങൾ സംസ്കൃത സാഹിത്യത്തിനകത്തുണ്ട് എന്നുള്ളത് വിദ്യാർത്ഥികൾ കാണും. അപ്പൊ നമ്മളിനി അലങ്കാരങ്ങളെ കുറിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞത് അലങ്കാര പദ്ധതിയുടെ ഉദയത്തെ കുറിച്ചാണ്. നമ്മളപ്പോ യസ്കനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ആദ്യം യസ്കനാണ് അത്തരം ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് ഉപമയെ കുറിച്ച്. പിന്നീട് നമ്മൾ പറഞ്ഞു ഭരതമുനി അദ്ദേഹത്തിന്റെ നാട്യശാസ്ത്രത്തിൽ 4 ഉപമകളെ കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്നു. പിന്നീട് അപ്പയ്യ ദീക്ഷിതരുടെ ഒരു നിരീക്ഷണവും നമ്മൾ എന്ത് ചെയ്തു, മുന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ അലങ്കാരങ്ങളെ കുറിച്ച് പറയുന്നു. പൊതുവെ ഭാരതീയ സാഹിത്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഭാരതീയ സാഹിത്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഭാരതീയ സാഹിത്യത്തെ നമ്മൾ അലങ്കാര ശാസ്ത്രം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അലങ്കാര ശാസ്ത്രം എന്ന് വിളിക്കുന്നു. ഇത് വ്യാഖ്യാനിച്ചിരുന്ന ആളുകളെ നമ്മൾ ആലങ്കാരികന്മാരെന്ന് നമ്മൾ വിളിച്ചിരുന്നു അല്ലെ. തൊട്ട് മുൻപിലത്തെ യൂണിറ്റ് അല്ലെ തൊട്ട് മുൻപത്തെ ബ്ലോക്കിൽ നോക്കിയിട്ട് നമ്മളവിടെ ഇന്ത്യയിലെ ആലങ്കാരികന്മാരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു യൂണിറ്റ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ, ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നില്ല, അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ആലങ്കാരികന്മാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാഹിത്യകാരന്മാരെന്നാണ് അർത്ഥമാക്കുന്നത്. അതാണ് ഇവിടെയും പറയുന്നത്. ഭാരതീയ സാഹിത്യത്തെ നമ്മൾ അലങ്കാര ശാസ്ത്രം എന്ന് വിളിക്കുന്നു. ഭാരതീയ സാഹിത്യത്തെ വ്യാഖ്യാനിച്ചിരുന്നവരെ നമ്മൾ ആലങ്കാരികന്മാരെന്നും വിളിച്ചു പോന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അലങ്കാര ശാസ്ത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥം ഭാമഹന്റെ കാവ്യാലങ്കാരമാണ്. ഭാമഹ കവി അല്ലെ, ഭാമഹൻ എന്നറിയപ്പെടുന്ന കവി, അദ്ദേഹത്തിന്റെ കാവ്യാലങ്കാരമാണ് അലങ്കാര ശാസ്ത്രത്തിലെ ആദ്യത്തെ ഗ്രന്ഥം എന്ന് നമ്മൾ പറയും. അപ്പൊ ഇദ്ദേഹം നാട്യശാസ്ത്രം രചിച്ച ഭരതമുനിക്ക് ശേഷം ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നാട്യശാസ്ത്രത്തിൽ ഭരതമുനി 4 അലങ്കാരങ്ങളെ കുറിച്ച് പറയുന്നു, അല്ലെ 4 അലങ്കാരങ്ങളെ വിഭജിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഭാമഹനിലേക്ക് വരുമ്പോൾ അദ്ദേഹം അലങ്കാരങ്ങളെ വിഭജിക്കുന്നില്ല. അദ്ദേഹം അലങ്കാരങ്ങളെ വിഭജിക്കുന്നൊന്നുമില്ല. മറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നു, 39 അലങ്കാരങ്ങൾക്ക് ലക്ഷ്യലക്ഷണം നിർവഹിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അലങ്കാരങ്ങളെ വിഭജിക്കുകയല്ല ഭാമഹൻ ചെയ്തിട്ടുള്ളത്, മറിച്ച് 39 അലങ്കാരങ്ങൾക്ക് അദ്ദേഹം എന്ത് ചെയ്തു, ലക്ഷണം നിർവഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ധണ്ഡിയിലേക്ക് വരുമ്പോൾ, ധണ്ഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദക്ഷിണേന്ത്യയിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സാഹിത്യകാരനായിരുന്നു. അപ്പൊ നമ്മൾ ധണ്ഡിയിലേക്ക് വരുമ്പോൾ ധണ്ഡി 35 അലങ്കാരങ്ങളെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലക്ഷണം ചെയ്തിട്ടുള്ളത്. ഭാമഹൻ 39 ധണ്ഡിയിലേക്ക് വരുമ്പോൾ അത്രയെ കുറഞ്ഞു, 35 കുറഞ്ഞു അല്ലെ. ഇവിടെ വിവിധ സാഹിത്യകാരന്മാര് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവര് വിവിധ തരത്തിലാണ് അലങ്കാരങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മള് ഭരതമുനി ഒരു തരത്തിൽ, ഭാമഹൻ മറ്റൊരു തരത്തിൽ, ധണ്ഡി മറ്റൊരു തരത്തിൽ, വാമനൻ മറ്റൊരു തരത്തിൽ, അങ്ങനെ വിവിധ സാഹിത്യകാരന്മാർ അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വിവിധ തരത്തിലാണ് അലങ്കാരങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. അതൊക്കെ കൃത്യമായ കാരണങ്ങളും അവർ പറയുന്നുണ്ട്. ഇവിടെ വാമനനിലേക്ക് വരുന്ന സമയത്ത് വാമനൻ എല്ലാ അലങ്കാരങ്ങൾക്കും ബീജം ഉപമയാണ്, എല്ലാ അലങ്കാരങ്ങൾക്കും ബീജമായിട്ടുള്ളത് ഉപമയാണ് എന്നൊരു നിരീക്ഷണമാണ് വാമനൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, കൃത്രിമ ശബ്ദാലങ്കാര കസർത്തുകളെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ആര്? ഭാമഹൻ. അദ്ദേഹം പറയുന്നത് എല്ലാ അലങ്കാരങ്ങൾക്കും ബീജമായിട്ടുള്ളത് ഉപമയാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, കൃത്രിമ ശബ്ദാലങ്കാര കസർത്തുകളെ എതിർക്കുകയും ചെയ്യുന്നു. അവിടെയും ഈ പറഞ്ഞ പോലെ ഉപമയാണ്. ഈ ആക്കിരി ദീർഘത്തിന്റെ കുറവുണ്ട് കേട്ടോ. വിദ്യാർത്ഥികൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. രുദ്രടനിലേക്ക് വരുമ്പോൾ രുദ്രടനാവട്ടെ അലങ്കാരങ്ങളെ വാസ്തവം, ഔപമ്യം, അതിശയം, ശ്ലേഷം. ഈ ശ്ലേഷം എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ശ്ലേഷത്തെ കുറച്ച് കഴിയുമ്പോൾ ഒന്നൊരു വിശദമായിട്ട് നമ്മൾ നോക്കാനുണ്ട്. അപ്പൊ രുദ്രടൻ എന്ത് ചെയ്യുന്നു, അലങ്കാരങ്ങളെ വാസ്തവം, ഔപമ്യം, അതിശയം, ശ്ലേഷം എന്നിങ്ങനെ വിഭജിച്ചു. അപ്പൊ നമ്മള് ഒന്നുകൂടി പറഞ്ഞു വരുമ്പോൾ ഭരതമുനി അലങ്കാരങ്ങളെ 4 വിഭജിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഉപമ, രൂപകം, ദീപകം, യമകം എന്ന് അദ്ദേഹം വിഭജിച്ചു. അതിനുശേഷം വന്ന ഭാമഹൻ അലങ്കാരങ്ങളെ വിഭജിക്കുകയല്ല, മറിച്ച് 39 അലങ്കാരങ്ങൾക്ക് ലക്ഷ്യലക്ഷണം നിർവഹിച്ചു. ധണ്ഡിയിലേക്ക് വരുമ്പോൾ 35 അലങ്കാരങ്ങൾക്ക് ധണ്ഡി എന്ത് ചെയ്തിട്ടുണ്ട്, ലക്ഷ്യലക്ഷണം നിർവഹിച്ചിട്ടുണ്ട്. വാമനൻ എല്ലാ അലങ്കാരങ്ങളുടെയും എല്ലാ അലങ്കാരങ്ങളും ഉണ്ടായിത്തീരുന്നത് ഉപമയിൽ നിന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. വാമനന്റെ ചിത്രമീമാംസ വാമനനില്ല, അപ്പയ്യ ദീക്ഷിതരുടെ ചിത്രമീമാംസ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തെ കുറിച്ച്. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നു എന്താണ്, ഉപമ എന്ന നർത്തകി കാവ്യരംഗത്ത് നർത്തനം ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് ആരും പറഞ്ഞിരിക്കുന്നത്, വാമനും പറഞ്ഞിരിക്കുന്നത് ഉപമയാണ് എല്ലാത്തിന്റെയും ബീജം, എല്ലാ അലങ്കാരങ്ങളുടെയും ബീജം
എന്ന് വാമനൻ പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം എന്ത് ചെയ്തു? കൃത്രിമ ശബ്ദാലങ്കാര കസർത്തുകളെ എതിർക്കുകയും ചെയ്തു. രുദ്രടൻ അലങ്കാരങ്ങളെ വീണ്ടും 4ആയിട്ട് വിഭജിച്ചു. ഏതൊക്കെയാണ്? ഔപമ്യം, അതിശയം, ശ്ലേഷം, വാസ്തവം. ഇങ്ങനെ 4ആയിട്ട് രുദ്രടൻ അലങ്കാരങ്ങളെ വിഭജിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ഭാമഹനെ കുറിച്ചും ദണ്ഡിയെ കുറിച്ചും അവരെന്തൊക്കെയാണ് അലങ്കാരങ്ങളെ കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. ഭാമഹൻ 7ാം ശതകത്തിലാണ് അദ്ദേഹം കാവ്യാലങ്കാരം എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം രചിക്കുന്നത്. അദ്ദേഹം അർത്ഥാലങ്കാരങ്ങളും ശബ്ദാലങ്കാരങ്ങളും ഒരുപോലെ പ്രധാനമാണെന്ന് അദ്ദേഹം കരുതി. അല്ലെ? അർത്ഥാലങ്കാരങ്ങളും ഉണ്ട്, ശബ്ദാലങ്കാരങ്ങളും ഉണ്ട്. അലങ്കാരങ്ങൾ 2 തരത്തിലുണ്ട്. അർത്ഥാലങ്കാരങ്ങളും ഉണ്ട്, ശബ്ദാലങ്കാരങ്ങളും ഉണ്ട്. ഇവ രണ്ടും സമപ്രധാനമാണ് എന്നാണ് ആര് കരുതിയിട്ടുള്ളത്? ഭാമഹൻ കരുതിയിട്ടുള്ളത്. അപ്പം എന്താണ് അർത്ഥാലങ്കാരം, എന്താണ് ശബ്ദാലങ്കാരം? അതായത് പൊതുവെ പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഏതൊരു സാഹിത്യത്തിന്റെയും ഏതൊരു സാഹിത്യ സൃഷ്ടിയുടെയും ഭംഗി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? നമ്മൾ അലങ്കാരങ്ങൾ ഉപയോഗിക്കാറുള്ളത്. അല്ലെ? ഏതൊരു സാഹിത്യകൃതിയുടെയും അല്ലെങ്കിൽ ഏതൊരു സാഹിത്യ സൃഷ്ടിയുടെയും ഭംഗി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അലങ്കാരങ്ങളുടെ പരമമായ ലക്ഷ്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് നമുക്ക് 2ആയിട്ട് വിഭജിക്കാം. ശബ്ദാലങ്കാരങ്ങളെന്നും അർത്ഥാലങ്കാരങ്ങളെന്നും. അത്തരത്തിൽ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? ഭാമഹൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ശബ്ദാർത്ഥങ്ങളുടെ വക്രോക്തിയാണ് വാക്കിന് അലങ്കാരം. വക്രോക്തി, അതിനെക്കുറിച്ച് നമ്മൾ തൊട്ട് അടുത്ത യൂണിറ്റിൽ നമ്മൾ പറയും. എന്താണ് വക്രോക്തി അല്ലെങ്കിൽ എന്താണ് ഉക്തി എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ തൊട്ടടുത്ത യൂണിറ്റിൽ പറയാം എന്താണ് വക്രോക്തി എന്നുള്ളതിനെ കുറിച്ചൊക്കെ. ഇവിടെ പറയുന്നു, ശബ്ദാർത്ഥങ്ങളുടെ വക്രോക്തിയാണ് വാക്കിന്റെ അലങ്കാരം എന്നാണ് ഭാമഹൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അറിയാം, വിദ്യാർത്ഥികൾക്ക് പിന്നെയും സംശയം ഉണ്ടാവും, എന്താണ് ശബ്ദാലങ്കാരം, എന്താണ് അർത്ഥാലങ്കാരം. അതായത് ഇവിടെ ശബ്ദാലങ്കാരം എന്ന് വെച്ചാൽ ശബ്ദത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അലങ്കാരങ്ങളെ നമ്മൾ വിളിക്കുക ശബ്ദാലങ്കാരങ്ങൾ എന്ന് വിളിക്കുക. ശബ്ദത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അലങ്കാരങ്ങൾ, അവയാണ് ശബ്ദാലങ്കാരം. അതേസമയം ശബ്ദത്തിനല്ല അർത്ഥത്തിനാണ് പ്രാധാന്യം എന്ന് കരുതുന്ന തരത്തിൽ അല്ലെങ്കിൽ അർത്ഥത്തിൽ നിന്നുണ്ടാവുന്ന അലങ്കാരങ്ങൾ എന്ന് വിളിക്കുന്നു, അർത്ഥാലങ്കാരങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഭാമഹനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നിർവചനം കൊടുത്തത്. അദ്ദേഹമാണ് ഇവ രണ്ടും സമപ്രധാനമാണ് എന്ന കാഴ്ചപ്പാടായിരുന്നു അവർക്ക് ഭാമഹന് ഉണ്ടായിരുന്നത് എന്നുള്ളതും വിദ്യാർത്ഥികൾ ഓർക്കുക. അപ്പൊ നമ്മള് ഭാമഹന്റെ അലങ്കാര സംബന്ധമായ കാഴ്ചപ്പാടുകളെ കുറിച്ച് അല്ലെങ്കിൽ ഭാമഹന്റെ അലങ്കാര സങ്കല്പനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ദണ്ഡിയിലേക്കാണ് പോകാനുള്ളത്. ദണ്ഡി എന്ത് പറഞ്ഞു? എല്ലാ അലങ്കാരങ്ങളും അർത്ഥത്തെ സരസമാക്കുന്നതാണ്. അല്ലെ? അർത്ഥത്തെ മനോഹരമാക്കുന്നതാണ് എല്ലാ അലങ്കാരങ്ങളും എന്ന കാഴ്ചപ്പാടായിരുന്നു ദണ്ഡിക്കുണ്ടായിരുന്നത്. എല്ലാ അലങ്കാരങ്ങളും അർത്ഥത്തെ സരസമാക്കുന്നതാണ് എന്നാണ് ആര് പറഞ്ഞത്? ദണ്ഡി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹമാണ് പറയുന്നത്, കാവ്യത്തിന് ശോഭയുളവാക്കുന്ന ധർമ്മങ്ങളാണ് അലങ്കാരങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ദണ്ഡി. എന്താണ്? കാവ്യത്തിന് ശോഭയുളവാക്കുന്ന ധർമ്മങ്ങളാണ് അലങ്കാരങ്ങൾ. ഇതായിരുന്നു ദണ്ഡിയുടെ കാഴ്ചപ്പാട്. ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലങ്കാരങ്ങളുടെ ഒരു പരിണാമം, അലങ്കാരങ്ങളുടെ ഒരു വിഭജനത്തിന്റെ എണ്ണത്തിലേക്ക് അതിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഓരോരുത്തരുടെയും കാര്യം നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭരതമുനി 19 അലങ്കാരങ്ങൾ ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞത്. ഭരതമുനിയുടെ കാഴ്ചപ്പാടിൽ 19, പ്രധാനമായിട്ടും 4 അലങ്കാരങ്ങളുണ്ട്, പിന്നെ ഒരുപാട്, അങ്ങനെ മൊത്തം 19 അലങ്കാരങ്ങൾ വരുന്നുണ്ടെന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഭരതമുനി പറഞ്ഞിട്ടുള്ളത്. അല്ലെ? അദ്ദേഹം പറഞ്ഞു പ്രധാനമായിട്ടും എന്തു പറയുന്നു? ശബ്ദാലങ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നീട് അദ്ദേഹം രൂപഭേദങ്ങളെ കുറിച്ച്, അലങ്കാരങ്ങൾ 4 പിന്നീട് അതിന്റെ രൂപഭേദങ്ങൾ അടക്കം മൊത്തം 19 അലങ്കാരങ്ങളെ കുറിച്ചാണ് ആര് പറയുന്നത്? ഭരതമുനി നാട്യശാസ്ത്രത്തിൽ പറയുന്നത്. 4 അലങ്കാരങ്ങൾ, അവയുടെ രൂപഭേദങ്ങൾ അടക്കം. ഭാമഹനിലേക്ക് വരുമ്പോൾ 38 കാവ്യലോകത്ത്, അദ്ദേഹത്തിന്റെ കാവ്യലോകം എന്ന് പറയുന്ന പുസ്തകത്തില്. ദണ്ഡിയിലേക്ക് വരുമ്പോൾ 37 അദ്ദേഹത്തിന്റെ കാവ്യാദർശം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത്. വാമനൻ 39 അലങ്കാരങ്ങളെ കുറിച്ചാണ് വാമനൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അദ്ദേഹം 39 ആയിട്ട് അദ്ദേഹം അലങ്കാരങ്ങളെ വിഭജിക്കുന്നു. രുദ്രടൻ 68 അലങ്കാരങ്ങളെ വിഭജിക്കുന്നു അദ്ദേഹത്തിന്റെ കാവ്യാലങ്കാരം എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത്. നോക്കൂ, നമ്മൾ വന്നു നോക്കൂ, എവിടെ നിന്നൊക്കെയാ? 19, 38, 37, 39, 68 എത്തി. അല്ല, രുദ്രനാകുമ്പോഴേക്കും ഭോജരാജനിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ സരസ്വതി കണ്ഠാഭരണം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു 72 അലങ്കാരങ്ങളുണ്ട്. എത്രയാണ്? 72 അലങ്കാരങ്ങളാണ് ഭോജ രാജാവിന്റെ കാഴ്ചപ്പാടിൽ ഉണ്ടായിരുന്നത്. മമ്മടഭട്ടൻ 115 അലങ്കാരങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്.
അദ്ദേഹത്തിന്റെ കാവ്യപ്രകാശം എന്ന് പറയുന്നത് 100 കടന്നു 115 അലങ്കാരങ്ങളെ കുറിച്ചാണ് മമ്മട ഭട്ടൻ അദ്ദേഹത്തിന്റെ കാവ്യപ്രകാശം എന്ന് പറഞ്ഞ പുസ്തകത്തിലേക്ക് പറയുന്നത്. രുയ്യകന്റെ അഭിപ്രായത്തിൽ 82 അലങ്കാരങ്ങളാണ് അദ്ദേഹം അലങ്കാര സർവസ്വം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. 82 അലങ്കാരങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിശ്വനാഥനിലേക്ക് വരുമ്പോൾ അദ്ദേഹം 72 അലങ്കാരങ്ങളെ കുറിച്ചാണ് സാഹിത്യ ദർപ്പണം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. അപ്പയ്യ ദീക്ഷിതരാവട്ടെ 150 അലങ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിന്റെ കുവലയാനന്ദം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു, 150 അലങ്കാരങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പൊ നമുക്ക് 19 അലങ്കാരങ്ങളെ കുറിച്ച് ഭരതമുനി പറഞ്ഞിടത്ത് നിന്നും അപ്പയ്യ ദീക്ഷിതരിലേക്ക് എത്തുമ്പോഴേക്കും 150 അലങ്കാരങ്ങളെ കുറിച്ചായി അല്ലെ. അപ്പൊ ഇതും പൂർണ്ണമല്ല. അതിനുശേഷം പിൻകാലത്ത് എന്ത് ചെയ്യും, നമ്മൾ പിന്നീടും ഒരുപാട് അലങ്കാരങ്ങളെ കുറിച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആലങ്കാരികന്മാരുടെ അലങ്കാര വിഭജനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവരെന്ത് ചെയ്യുന്നു, ഇപ്രകാരമാണ് അലങ്കാരങ്ങൾ വിഭജിച്ചിട്ടുള്ളത്. ഭരതമുനി 19, ഭാമഹൻ 38, ധണ്ഡി 37, വാമനൻ 39, രുദ്രടൻ 68, ഭോജൻ 72, മമ്മട ഭട്ടൻ 115, രുയ്യകൻ 82, വിശ്വനാഥൻ 72, അപ്പയ്യ ദീക്ഷിതരിലേക്ക് എത്തുമ്പോഴേക്കും അത് 150 അലങ്കാരങ്ങളായിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അർത്ഥാലങ്കാരങ്ങളും ശബ്ദാലങ്കാരങ്ങളും എന്നിങ്ങനെ അലങ്കാരങ്ങളെ വിഭജിച്ചത് രുദ്രടനാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്, അർത്ഥാലങ്കാരങ്ങളും ശബ്ദാലങ്കാരങ്ങളും ഒരുപോലെ പ്രധാനമെന്ന് കരുതിയ വ്യക്തി ആണ് ഭാമഹൻ അല്ലെ. അദ്ദേഹം പറഞ്ഞു രണ്ടും സമപ്രധാനമാണെന്ന് ഭാമഹൻ പറഞ്ഞു. ആദ്യമായിട്ട് അർത്ഥാലങ്കാരങ്ങളെന്നും ശബ്ദാലങ്കാരങ്ങളെന്നും അലങ്കാരങ്ങളെ വിഭജിച്ച വ്യക്തി ആരാണ്? രുദ്രടനാണ്, ഭാമഹനല്ല. ഇത് മാറിപ്പോകുന്നത് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞതിനകത്ത് അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്നാണ് ഞാൻ കരുതുന്നത് അല്ലെ. ഞാൻ അവിടെ ഭാമഹനാണെന്ന് പറഞ്ഞിരുന്നു എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല, വിദ്യാർത്ഥികൾക്ക് തിരുത്തുക. എന്താണ്, ആദ്യമായിട്ട് അർത്ഥാലങ്കാരങ്ങളെന്നും ശബ്ദാലങ്കാരങ്ങളെന്നും അലങ്കാരങ്ങൾ രണ്ടായിട്ട് വിഭജിച്ച വ്യക്തി ആരാണ്? അത് രുദ്രടനാണ്. അലങ്കാരങ്ങൾ ഔചിത്യപൂർവ്വം ഉപയോഗിക്കണമെന്ന് ധന്യാലോകത്തിൽ ആരഭിപ്രായപ്പെടുന്നു? ആനന്ദവർദ്ധൻ അഭിപ്രായപ്പെടുന്നു. അലങ്കാരങ്ങളെ ഔചിത്യപൂർവ്വമാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് കവിയുടെ ധർമ്മം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ എന്താണ്, നമ്മൾ വെറുതെ എന്തെങ്കിലും എഴുതി വെച്ചതുകൊണ്ട് അലങ്കാരമാവില്ല എന്നും അലങ്കാരങ്ങളെ ഔചിത്യമനുസരിച്ച് ഉപയോഗിക്കണമെന്നുമാണ് ആനന്ദവർദ്ധൻ അഭിപ്രായപ്പെട്ടത്. ധന്യാലോകം എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ കവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കവിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഔചിത്യമാണ് എന്നവിടെ ആനന്ദവർദ്ധൻ അഭിപ്രായപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ബ്ലോക്കിൽ നമ്മൾ ആ യൂണിറ്റ് എടുത്ത സമയത്ത് അവിടെ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, നമ്മുടെ ആനന്ദവർദ്ധന്റെ അഭിപ്രായത്തിൽ കവിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? ഔചിത്യമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഔചിത്യപൂർവ്വം എന്ത് ചെയ്യണം? അലങ്കാരങ്ങൾ ഉപയോഗിക്കണം എന്നാണ് ആര് അഭിപ്രായപ്പെട്ടത്? നമ്മുടെ ആനന്ദവർദ്ധൻ അഭിപ്രായപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് നോക്കാനുള്ളത്. അലങ്കാരങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അധികമില്ല. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം തന്നെ എന്താണ് അലങ്കാര പദ്ധതിയുടെ ഉദയം എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലെ. അവിടെ നമ്മൾ എന്ത് ചെയ്തു, കാവ്യശരീരത്തെ എന്തൊക്കെയാണ് അലങ്കാരങ്ങളെന്നും അലങ്കാരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഉപമയാണെന്നും പറഞ്ഞു. പിന്നെ ആദ്യമായിട്ട് യസ്കന്റെ നിരുക്തത്തിലാണ് ഉപമയെ കുറിച്ച് പരാമർശിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഭരതന്റെ അഭിപ്രായത്തിൽ 4 അലങ്കാരങ്ങളുണ്ട് എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടാവും, ഭരതന്റെ 4 അലങ്കാരങ്ങൾ ഇവിടെ പറഞ്ഞു, പിന്നെ തൊട്ടപ്പുറത്ത് നമ്മൾ 19 എന്ന് പറഞ്ഞു അല്ലെ. ഞാൻ പറഞ്ഞു അലങ്കാരങ്ങളെയും അവയുടെ രൂപഭേദങ്ങളും അടക്കമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് 19 എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായും 4 അലങ്കാരങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എന്നാൽ അദ്ദേഹം അലങ്കാരങ്ങളുടെ രൂപഭേദം അടക്കം അദ്ദേഹം എത്ര ഉണ്ട് എന്ന് പറഞ്ഞു? 19 ഉണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് അലങ്കാരങ്ങൾ എന്ന് പറഞ്ഞു. അലങ്കാരങ്ങളെ വിഭജിച്ചു. എത്ര? ഭാമഹൻ എങ്ങനെയാണ്, ധണ്ഡി എന്ത് ചെയ്തു, വാമനൻ എന്താണ് അഭിപ്രായപ്പെട്ടത്, രുദ്രടൻ. ഇവരുടെ 4 പേരുടെ അലങ്കാരങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ അലങ്കാരങ്ങളെ കുറിച്ചുള്ള ഭാമഹന്റെയും ധണ്ഡിയുടെയും സങ്കല്പങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ നോക്കിയത് അലങ്കാര സങ്കല്പത്തിന്റെ പരിണാമം എങ്ങനെയായിരുന്നു അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പറഞ്ഞത്. വളരെ ചെറിയൊരു യൂണിറ്റാണ്, വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാൻ വേണ്ടി പറ്റുന്ന ഒരു യൂണിറ്റാണ്.